ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വയനാട് പൂപ്പൊലിക്ക് പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ പൂപ്പൊലിക്ക് പോയി, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പൂപ്പൊലിക്ക് ഇറങ്ങുന്നത് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വെള്ളിയാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അന്നെടുത്ത വ്ളോഗാണ്. പിന്നെ ഇപ്പോൾ കുറച്ചൊരു ബിസി ആയത് കാരണം എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് വൈകിട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പൂപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ദിവസമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലിയും അതുപോലെ ഫ്രണ്ട്സിൻ്റെ 2 ഫാമിലിയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അമ്പലവയൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പൂപ്പൊലി നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അമ്പലവയൽ എത്തിയപ്പോഴത്തേക്ക് പാർക്കിങ്ങിന് എവിടെ സ്ഥലമില്ല കേട്ടോ, മൊത്തത്തിൽ റഷായിരുന്നു. നമ്മൾ ആളില്ലാത്ത ദിവസം സാറ്റർഡേ സൺഡേ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫ്രൈഡേ പോയിട്ടുണ്ടായിരുന്നത്. അന്നാണെങ്കിൽ ഒടുക്കത്തെ തിരക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടി, മറ്റൊരു വന്നിട്ടുള്ള വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പോൾ അവരതിങ്ങനെ തിരഞ്ഞുകൊണ്ട് എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരാളും കൂടെ ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് ഈ സമയത്ത് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്കൊന്നും വലിയ തിരക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ആൾക്കാരായിരുന്നു. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ ആയിരുന്നല്ലോ. മഴ കഴിഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ നല്ലൊരു വെയിലുണ്ടായിരുന്ന ദിവസം. അപ്പോൾ പിന്നെ എല്ലാവരും ഇറങ്ങിയതാണ് തോന്നുന്നു. നമ്മൾ ചിന്തിച്ച പോലെ തന്നെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു. കുറച്ചങ്ങോട്ട് വലിയ കയറുന്ന അവിടെ അത്ര വലിയ രസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ അതാ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും ഉണ്ടാവും. ഇതിവിടെ സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പൂപ്പൊലി ടൈമിൽ അല്ലെങ്കിലും വന്നാൽ ഈ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് രാത്രി ആയത് കാരണം വീഡിയോയിൽ ലൈറ്റിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ രസം എന്താ പറയുക, രാത്രിയാണെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ പകൽ വരുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ ഇതാ ഓരോ സ്ഥലത്ത് ഇതുപോലെ കവാടങ്ങളൊക്കെ നമുക്ക് കയറുന്ന സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ആളായത് കാരണം നമുക്ക് കുറേ ടൈമൊന്നും അങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെയാണ് കണ്ടത് അത് വീഡിയോ ആയിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്ന് നമുക്കെന്ന് വെച്ചാൽ ഇത് എല്ലാ വർഷവും കാണുന്നൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു വെള്ളം കയ്യിൽ നിന്ന് വീഴുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് പിന്നെ ചില സാധനങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യമുള്ള സ്ഥലത്തായിരുന്നില്ല ഈ പ്രാവശ്യം. അങ്ങനെ അത് വെച്ചിരിക്കുന്ന പ്ലേസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ട് കുറച്ചൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്. പിന്നെ ഇപ്പോൾ ഈ ഒരു വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് കേട്ടോ പൊങ്ങിയിട്ട് പോകുന്നത്. അതിങ്ങനെ താഴ്ന്ന് മേലിലേക്ക് ഇങ്ങനെ പൊന്തി പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഡയറക്റ്റ് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗി നല്ല അടിപൊളിയായിട്ട് തന്നെ അറിയുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഹേർട്ട് ഷേപ്പ് തന്നെയാണ് കേട്ടോ കവാടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മൊത്തത്തിൽ റഷായി. പിന്നെ അന്ന് ഞങ്ങൾ പോയി വന്നപ്പോൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അന്നത്തെ ദിവസമായിരുന്നു അവിടെ പൂപ്പൊലി നടന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നതെന്ന്. അങ്ങനെ ഇതാ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ നിന്ന് വാങ്ങേണ്ട കുറച്ചങ്ങോട്ട് പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു. ഈ വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഈ ഒരു ബുഷിൽ ഇങ്ങനെ പൂപ്പൊലി എന്ന് എഴുതിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ പോയത് എവിടേക്കാന്ന് വെച്ചാൽ ഊഞ്ഞാലിൻ്റെ സ്ഥലത്താണ് കേട്ടോ. മക്കൾക്കൊക്കെ അവിടെയാണ് ഭയങ്കര ഇഷ്ടം, അങ്ങോട്ട് പോയി കളിക്കാനാണ് അവരിങ്ങനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ ഉന്തി കൊണ്ടുപോകായിരുന്നു കേട്ടോ. പിന്നെ ഊഞ്ഞാലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു മരം കൊണ്ട് ഉണ്ടാക്കിയൊരു ട്രെയിനും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് വർക്കാവുന്ന കുട്ടികൾക്ക് കളിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. പിന്നെയാണ് മനസ്സിലായത് അത് വർക്കാവാതെ നമുക്ക് ഡമ്മിയാണ് എന്ന് മനസ്സിലായത് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും മക്കളെയൊക്കെ ഊഞ്ഞാലൊക്കെ ആട്ടിക്കൊടുത്തു. അപ്പോൾ കുട്ടികൾ എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെല്ലാം എല്ലാവരും ക്യൂ ആയിരുന്നു കേട്ടോ. ഊഞ്ഞാലാകെ 4-5 ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്ത് തന്നെ എല്ലാവരും ക്യൂ ആയിരുന്നു. ഒരു മക്കൾ ഇറങ്ങുമ്പോൾ അടുത്താർക്ക് കയറാനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഊഞ്ഞാലിൻ്റെ അവിടെ ഒരുപാട് ടൈമൊന്നും നിന്നില്ല കേട്ടോ. എല്ലാവരുടെ കുട്ടികൾക്കും കളിക്കേണ്ടത് വിചാരിച്ചിട്ട് പിന്നെ അവിടുന്ന് മാറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ നേരെ വന്നിട്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്.
പിന്നെ ഇപ്പോൾ പൂപ്പലിക്ക് പോയവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. അങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ച് നടന്നിട്ട് പിന്നെ ഇതാ കുറച്ചൊരു ആളൊഴിഞ്ഞ്, എന്താ പറയുക, ആളൊഴിഞ്ഞെന്നല്ല, എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം പോലെ കുറച്ച് ഒഴിഞ്ഞെടുക്കുന്നൊരു മൈതാനം പോലെ കണ്ടു കേട്ടോ. പിന്നെ നമ്മളവിടെ വന്നിരുന്നിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കുറച്ച് നേരം ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ഇരിക്കാൻ ബെഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ പിന്നെ കഴിഞ്ഞിട്ടില്ല, ഏകദേശമൊക്കെ കഴിച്ച് കഴിയാനായപ്പോഴാണ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഏകദേശം എല്ലാവരും അവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് അടിച്ച് പൊളിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഈ പൂപ്പൊലിയൊക്കെ ഏകദേശം എല്ലാ വർഷവും സെയിം തന്നെ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഈ കാണുന്ന പൂക്കളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ വെറൈറ്റി എന്ന് പറയാൻ എന്താ, നമുക്കൊന്ന് പുറത്തിറങ്ങി അങ്ങനെ ചില്ലാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളും വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ വർഷവും പൂപ്പൊലിക്ക് വരുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് തന്നെയാണ് കേട്ടോ വരാറുള്ളത്. അങ്ങനെ നമ്മളാണ് ഒരു രസം. പിന്നെ ഇതാ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പ് കണ്ടപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിരുന്നു. പിന്നെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഇതും വീഡിയോ ആയിരുന്നു എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ ഇതുപോലെ കുട്ടികൾക്കുള്ളൊരു പാർക്ക് ഉണ്ട് കേട്ടോ. ഇതിവിടെ പിന്നെ സത്യത്തിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് എപ്പോൾ വരുമ്പോഴും ഇവിടെ കാണാം കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം കളിച്ചു. പല മോഡൽ റൈഡ്സും ഉണ്ടായിരുന്നു. ഇതിലൊക്കെ സ്ലൈഡാണ് കേട്ടോ കൂടുതലുള്ളത്. അതിൽ ഇസും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇനൂസും ഒക്കെ അവർ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നിലേക്ക് ഓടുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ടൈമൊന്നും അവിടെ നിന്ന് തിരിഞ്ഞില്ല. അകത്തേക്ക് പോയിട്ടല്ലേ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളിലേക്കൊക്കെ കയറി നമുക്ക് ഫോട്ടോസൊക്കെ പിന്നെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അധികം ഫോട്ടോസൊന്നും കാണുന്നില്ല കേട്ടോ. ഒക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ആ വലിയൊരു സ്ലൈഡ് കണ്ടില്ലേ, അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് നമ്മൾ ഇതാണ് സ്റ്റോൾ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ കാര്യമായിട്ട് ഒന്നും ഓപ്പണും അല്ല. ഇതിപ്പോൾ എന്താണെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അവിടെ ഒരു വെറ്റിനറീൻ്റെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇതാ വലിയ മുട്ട മുതൽ ചെറിയ മുട്ട വരെയും അതുപോലെ മൃഗങ്ങളുടെ ഓരോ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഒരു പപ്പിക്കുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതാ മൃഗങ്ങളുടെ കാൽപാദം അതുപോലെ തലയോട് അങ്ങനെയൊക്കെ ഉള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജാതി സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു എണ്ണ കാച്ചുന്ന പനങ്കുല അത് ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഇത് അവിടെ സ്റ്റാളിലുണ്ടായിരുന്നു. അവിടെ ആളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വയനാട്ടിലെ കർഷകൻ്റെ ഒരു തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഈ ഒരു ക്യൂ നിൽക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഈ വിംസത്തെ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഈ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ട്. ഇതെന്തായാലും വേർത്തായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എല്ലാ ഭാഗങ്ങളും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ഇതാ ചെറിയ മക്കളും സാമീസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. പൂർണ്ണ വളർച്ച എത്തിയ കുട്ടി, വളർച്ച എത്താത്ത കുട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യാൻ പോകുന്നത് സ്റ്റോളിലേക്കാണ്. സ്റ്റാളിൽ നിന്ന് പിന്നെ നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയും ജനങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കൊടുത്താൽ മതി, നമ്മളെ തട്ടി അങ്ങ് പോകുമായിരുന്നു. പിന്നെ നമ്മൾ കാര്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കൾക്ക് കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പേന, ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ പഴയകാല മിഠായി എന്തായാലും വാങ്ങൂല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അത് വാങ്ങിയപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് അതിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോതിരം വാങ്ങിച്ചു. ഇത് എല്ലാ പ്രാവശ്യം വാങ്ങുന്നതാണ്, എന്തിനാണെന്നറിയില്ല, കാണുമ്പോൾ രസം, അങ്ങനെ പേരെഴുതിയിട്ട് ആ ഒരു മോതിരമൊക്കെ വാങ്ങിച്ചു. സ്റ്റാളിൽ പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ നമ്മളങ്ങനെ ഒരുപാട് സ്ഥലത്ത് സാധനങ്ങൾ വാങ്ങാനൊന്നും നിന്നിട്ടില്ല. പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഈ കോളിഫ്ലവർ, പാനിപൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ട്രൈ ആക്കിയത് ഒരു പൊട്ടറ്റോ ടൊർണാഡോ ആയിരുന്നു കേട്ടോ. ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അത് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ റൈഡിൻ്റെ അടുത്തേക്ക് പോയ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം നല്ല റഷ് തന്നെ ആയിരുന്നു. ഒരുപാട് നല്ല നല്ല റൈഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇസുവിന് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അകത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്താൽ അത് അവൾ അവിടെ ഇടയ്ക്ക് ഇടുന്നു വിചാരിച്ചിട്ട് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സ്ലൈറ്റാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഏകദേശം ഒരു 11:30 ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ന്യൂ ഫോമിലേക്കാണ് പോകാമെന്ന് വിചാരിച്ച കൽപ്പറ്റ, പക്ഷേ അവിടെ ഫുഡില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഖത്തറിലേക്ക് വന്നു കേട്ടോ, മീനങ്ങാടി. അങ്ങനെ അവിടെ വന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവർ സാലഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് വാരിയിൽ ചുട്ട മന്തിയും അതുപോലെ അൽഫാം മന്തി ആയിരുന്നു കേട്ടോ. ആ വാരിയിൽ മന്തി എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വെൽ കുക്ക്ഡ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ചതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വർഷത്തെ പൂപ്പൊലി വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.